അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് സ്പോട്ടിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ വഞ്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വഞ്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വഞ്ചി ഇറക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വന്നിട്ട് നമ്മുടെ ബാക്കിലുള്ള പാടത്തിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് തുഴഞ്ഞൊക്കെ നോക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ വഞ്ചി ഇപ്പോൾ സെറ്റ് ചെയ്ത് തന്നെ ഇല്ലേ. അപ്പോൾ നോക്കി രണ്ട് തുഴ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോരുവല പിന്നെ നമ്മുടെ അഡീഷണൽ ചെയ്ത പണികൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടയർ നമ്മൾ വെച്ചെന്ന് വെച്ചാൽ സൈഡൊക്കെ നമ്മൾ തട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഈ സൈഡിലൊക്കെ കൊണ്ട് നമ്മൾ ഇടുമ്പോഴൊക്കെ തട്ടാണ്ടിരിക്കാനൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ. പിന്നെ സൈഡ് എക്സ്ട്രാ പെയിൻറ്റ് അടിച്ചിട്ട് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ നിന്ന് എഴുതിയിട്ട് നമ്മുടെ ഡേറ്റും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏരിയകളൊക്കെ സാധാ പോലെ തന്നെ. എക്സ്ട്രാ വന്നത് പെയിൻറ്റും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ പെയിൻറ്റിങ് കൊടുത്തത്. ഓറഞ്ച് കളർ നമ്മൾ ഫൈബർ ചെയ്തതിൻ്റെ കളറിൻ്റെ മുകളിൽ കൊടുത്തേണ്ട പെയിൻറ്റാണ്. ഓക്കെ, പിന്നെ ഇവിടെ അതേ ഒന്ന് രണ്ട് ഡ്രോപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് പിടിക്കാനൊക്കെ ആയിട്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റോർ റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി പരിപാടികളിലൊക്കെ നമുക്ക് കുറച്ച് ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് നമുക്ക് എന്തായാലും ഇത് മാറ്റാനുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തത് കണ്ടില്ലേ, തെർമക്കോൾ കൊണ്ട് സെറ്റ് ചെയ്ത ഒരു സീറ്റാണ് കേട്ടോ. ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് താഴത്തോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പിടിപ്പിച്ചത് കേട്ടോ. ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സെറ്റായിട്ട് ഇരിക്കാം. ഇറങ്ങിയിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കാം. അപ്പോൾ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നല്ല അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ, ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, വേണ്ട. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്കൊന്നുകൂടി ബാലൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഉണ്ടല്ലോ. അതുപോലെ അത് ഒന്ന് താറ്റി വെച്ചാൽ മതി. ഓക്കെ, വേണ്ട. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി വഞ്ചി കാണാനായിട്ട്. ഓക്കെ, നമുക്ക് പിടുത്ത സൈഡിൽ നമ്മുടെ ഫൈബർ ആ ഭാഗത്ത് നമുക്ക് പട്ടികമേ പിടിക്കുകയും ചെയ്യാം. കണ്ട. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കണത്. സൈഡിൽ പിടുത്തം കിട്ടും. ഇതാകുമ്പോൾ കുറച്ചും കൂടി ബാലൻസ് ആയി. ഓക്കെ, അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ, അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആഴ്ചപ്പതേ നമ്മുടെ വഞ്ചി കൊണ്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ വെച്ച് തുഴയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വഞ്ചി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ PVCയുടെ എയർടൈറ്റ് ചെയ്ത PVCയുടെ അടിയിലാണ് വെള്ളം വന്നത്. നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി ഉയരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ കണ്ടില്ലേ വെള്ളം അടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വഞ്ചി നല്ല ബാലൻസിങ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് രണ്ടാളൊക്കെ വെച്ച് തുഴഞ്ഞ് നോക്കാണ്ടുണ്ട്. എന്നാലും നമുക്ക് വഞ്ചിയുടെ ബാലൻസ് എങ്ങനെയൊക്കെ ഉണ്ട്, എത്ര ആളെ വെച്ച് പോകാൻ പറ്റുമെന്നൊക്കെ നോക്കാൻ പറ്റും.
അടുത്ത് നമ്മൾ എന്തായാലും വഞ്ചി രണ്ടാൾ ഇരുന്ന് നോക്കാൻ പോവാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വഞ്ചിയുടെ എന്തോരം ലെവലിലാണ് വെള്ളം വരുന്നത് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ രണ്ടാളെ വെച്ചിട്ട് തുഴഞ്ഞ് നോക്കി. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കിലുള്ള ആ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഹോളുള്ളതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് എയർ ഉണ്ട്. അതുകൊണ്ട് ബാക്ക് മാത്രമാണ് ചെറുതായിട്ട് വെള്ളം ഉയർന്നിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വഞ്ചി എപ്പോഴും സ്റ്റേബിൾ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി 3 ആളെ വെച്ച് നോക്കണം. എന്നാലാണ് മാക്സിമം എത്ര ആൾ നമുക്ക് മാക്സിമം 3 ആളാണ്. നമ്മളെന്തായാലും അത്രയ്ക്കൊന്നും പോവില്ല, 2 ആൾ തന്നെയാണ്. നമ്മൾ കാസ്റ്റ് ചെയ്യാനും സ്നേക്ക് ഫിഷിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ അതായത് 2 ആൾ തന്നെയാണ് ഇരിക്കുക. പിന്നെ നമുക്ക് നിന്ന് വഞ്ചിയിൽ നിൽക്കുമ്പോൾ ഉള്ള ബാലൻസ്. അപ്പോൾ എന്തായാലും 3 ആൾ കയറി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം നമുക്ക് ഏതായാലും. കയറിയിരിക്കുന്നത്. അപ്പോൾ 3 ആളായിട്ടാണ് ഇനി തുഴഞ്ഞ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ വഞ്ചി പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കുമ്പോൾ വാട്ടർ ലെവൽ ഏകദേശം PVC പകുതി എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് തുഴഞ്ഞ് നോക്കുമ്പോൾ വഞ്ചിയുടെ ആട്ടവും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ 3 പേര് ഇരിക്കുമ്പോഴും നമ്മുടെ വഞ്ചിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വാട്ടർ ലെവൽ ബാക്കിലാണ് ലാഷ് വരുന്നത്. എന്ന് വെച്ച് എന്താണ് വെട്ടലോ കാര്യങ്ങളോ ബാലൻസ് കുറവോ അങ്ങനെയൊന്നുമില്ല. വഞ്ചിയുടെ പൊസിഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതായാലും വഞ്ചി എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ ഇറക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോസൊക്കെ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ ഫിഷിംഗ് വീഡിയോസ് ആയിരിക്കും. വഞ്ചിയിലുള്ള ഫിഷിംഗ് വീഡിയോസൊക്കെ ഇനി അതുകൊണ്ട് വഞ്ചി എന്തെങ്കിലും ഇവിടെ മാറ്റാനുണ്ട്. നമ്മുടെ വള്ളം ഇന്നലെ നമ്മളാണ് വള്ളം ഇറക്കി, അതിന്റെ വീഡിയോ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിന്റെ വള്ളത്തിന്റെ സേഫ്റ്റി, നമ്മൾ വഞ്ചിയിൽ പോകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ മറിഞ്ഞാൽ തന്നെ അതിന്റെ സേഫ്റ്റി എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 2 സൈഡിൽ നമ്മൾ PVC ഇത് കൊടുത്തതിന്റെ പേരിൽ ഈ വള്ളം മറിഞ്ഞാൽ തന്നെ ഒരിക്കലും വള്ളം താഴ്ന്നു പോവില്ല. അത് തുഴ ഇനി പോയി എന്ന് വിചാരിക്കും. വെള്ളത്തിൽ തുഴയൊക്കെ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തന്നെ തുഴ അവിടെ കിടക്കും, അത് താഴ്ന്നു പോയില്ല. തുഴ പോയിട്ട് തുഴയാൻ പറ്റില്ല എന്നുള്ള. അപ്പൊ അതിന്റെ ഇതൊക്കെ നല്ല സുഖമാണ്, പൊന്തി കിടന്നുള്ളൂ. അതുപോലെ തന്നെ PVC ഇത് സെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആട്ടം ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ വള്ളം മറിഞ്ഞാൽ തന്നെ ഈ വള്ളം പൊന്തിക്കെടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ 2 തെർമോക്കോളുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വഞ്ചി അടിപൊളിയാണ് വള്ളം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വള്ളത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നല്ല നല്ല വള്ളത്തിൻ്റെ നല്ല ഫിഷിംഗ് വീഡിയോകൾ നമ്മൾ വീണ്ടും കാണും. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ആ തൊട്ടടുത്തുള്ള കുഴികളിലേക്ക് കയറി നമ്മൾ പോയിട്ട് ഫിഷിംഗ് വീഡിയോ, വള്ളത്തിലുള്ള ഫിഷിംഗ് വീഡിയോ ഒരുപാട് വീഡിയോ ഉണ്ട്. അത് തന്നെയല്ല, കൂടാതെ മീൻ പിടിക്കുന്ന വേറെ വല വീശിയിട്ടുള്ള പല ഫിഷിങ്ങിൻ്റെ വീഡിയോകളും നമ്മൾ നല്ല ആഡ് ചെയ്യും. എന്തായാലും നിങ്ങൾ നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും ഓക്കെ.